ഹായ് ഹലോ. അപ്പോൾ വീട്ടിൽ കത്തിക്കാനിട്ടേക്കുന്ന ബുക്കുകളുടെ ഇടയിൽ ഈ ബുക്ക് എൻ്റെ കണ്ണിൽപ്പെട്ടത്. ഇതിന് കുറച്ച് പഴമയുണ്ടായിരുന്നു കേട്ടോ. ഈ പഴമ കൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കാനുള്ള കാരണം. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് അമ്മയുടെ കല്യാണ സംഭാവന ബുക്കായിരുന്നു ഇത്. ഇത് 19/8/1994 ആയിരുന്നു അമ്മയുടെ കല്യാണം. ഇതിനു മുമ്പ് പലതവണ ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട് അമ്മയുടെ ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയൊക്കെ എന്നാണെന്ന്. പക്ഷെ അമ്മ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. പല മക്കളും അമ്മമാരുടെ അച്ഛന്മാരുടെയൊക്കെ വെഡ്ഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേയൊക്കെ ആഘോഷിക്കുമ്പോൾ എനിക്കും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മയുടെ ബർത്ത്ഡേയൊക്കെ ഒന്ന് ആഘോഷിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന്. പക്ഷെ അമ്മ ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം കണ്ടത്. ഇത് നോക്കിക്കേ, വിശ്വംഭരൻ പേരുള്ളിൽ കിടക്കതിൽ മഹാദേവികാട്. ഇതാരാന്നറിയോ? ഇത് കണ്ണച്ചേട്ടൻ്റെ അപ്പൂപ്പനാണ് കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ കല്യാണത്തിന് കണ്ണച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് സംഭാവന ഉണ്ടായിരുന്നു എന്നർത്ഥം. സത്യം പറഞ്ഞാൽ ഒരു അകന്ന റിലേറ്റീവ്സൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം അതാണ് കാര്യം. ഇവിടെ എൻ്റെ വീടിനടുത്ത് ചെറിയക്കാട് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവമാണ്. അപ്പം ഞാനും അമ്മയും വിഷുവായിട്ട് പറയിടാൻ പോവാണ്. അമ്മയൊക്കെ ആണെങ്കിലേ ഈ പറയിടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കേ പോകത്തുള്ളൂ. ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കേ പോകാറുള്ളൂ. പൊതുവെ ഈ പരിപാടി അങ്ങനെയുള്ളതൊന്നും പോകാറില്ല കേട്ടോ. പക്ഷേ ഇന്ന് വൈകുന്നേരം അമ്പലത്തിൽ കുത്തിയോട്ടമുണ്ട്. അപ്പം ഞാൻ അമ്മേനെ നിർബന്ധിക്കുകയാണ് വൈകിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പോയി കുത്തിയോട്ടം കാണാമെന്ന്. അങ്ങനെ അമ്മ ഒരുവിധം സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിലേക്ക്. ദീപാരാധനയൊക്കെ കണ്ടു നമ്മൾ തൊഴുതു. എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളി എന്നെ ട്രോളുമാണ്. പോയത് ഇതാണ് എന്നെ ട്രോൾ ചെയ്യാൻ കസിൻ സിസ്റ്ററും ഫാമിലിയും. അതിനുശേഷം വിഷുവിനെ കൊണ്ട് നമ്മളും പറ നിറപ്പിച്ചിട്ടുണ്ടായിരുന്നു. മാമിയും മക്കളും അമ്മയും കൂടെ നമ്മൾ കുത്തിയോട്ടം കാണാൻ വന്നു. കുത്തിയോട്ട സമിതിയെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ദേവി നാമധേയത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ കുത്തിയോട്ടം വഴിപാടായി സമർപ്പിക്കുന്നത് ഒറ്റത്തെങ്ങിൽ കുടുംബവക. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്കും വിഷു കല്യാണി എപ്പോഴും തൊഴിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അവൻ ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഓക്കെ, ബൈ.